ചന്ദ്രഹാസനെ പറ്റി ചോദിക്കാൻ നീ ആര്? ഞാനോ? എവിടെടാ എന്റെ അമ്മ ഇപ്പൊ? എടാ ദ്രോഹി, എവിടെടാ എന്റെ അമ്മയും പെങ്ങളും? എന്റെ കുടുംബത്തെ നശിപ്പിച്ച ദുഷ്ട, നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലും. അമ്മേ, അമ്മ ഇവിടെ എങ്ങനെ വന്നു? പറയൂമ്മേ, അമ്മ ഇവിടെ എങ്ങനെ വന്നു? എന്റെ അനിയത്തി എവിടെ? അത് എല്ലാം പറയാൻ മോനെ. അത് ഇല്ലമ്മേ. നിങ്ങളെ ജയിലിലയച്ച് ഈ അമ്മയെയും പെങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. വീട് വിട്ട് ഓടിക്കൊണ്ടിരുന്ന അവരെ ഞങ്ങൾ പിന്തുടർന്നു. അവസാനം അവരെങ്ങനെയോ ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായി. അങ്ങനെ ഞാൻ മടങ്ങുമ്പോൾ എന്റെ മോളെവിടെ? മോനെ, മോനെ. മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ, നീ ഒരു മനുഷ്യനാണ്. നിനക്ക് ഹൃദയമുണ്ട്. നീ ഒരു അമ്മയ്ക്ക് പറഞ്ഞാൽ നിന്റെ അമ്മയായിരുന്നു ഈ പരിസ്ഥിതിയിലെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ശരിയാണ്, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. എന്റെ അമ്മയെ പോലുള്ള ഇവർക്കെങ്കിലും ഞാൻ ഈ സ്ഥിതിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോനെ, അമ്മേ, അമ്മേ, അമ്മേ. ഭയപ്പെടാനൊന്നുമില്ല. ഈ ടാബ്ലറ്റ്സ് വാങ്ങിക്കൊടുക്കും. ശരി സാർ. അമ്മേ, ഈ പാല് കുടിക്കൂ. നീയോ? ഇനിയും നിനക്ക് തൃപ്തിയായില്ലടാ മഹാഭാവി. എന്റെ മോനെ ജയിലയച്ചതും പോരാഞ്ഞിട്ട്
എന്റെ മോളെ നീ എന്നിൽ നിന്നും വേർപെടുത്തി. പറയടാ, എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ? പറയാം, പറയാം. ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ ആയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഇന്ന് ഞാനതോർത്ത് പശ്ചാത്തപിക്കുകയാണ്. ജീവിതത്തിൽ പലതും നേടിയെടുക്കാമെന്ന ആശയത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതെല്ലാം വെറും മനക്കോട്ടകളായിരുന്നു. അമ്മയോടും കുടുംബത്തോടും ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്റെ ഒരു മാപ്പ് എന്റെ എല്ലാം നീ നഷ്ടപ്പെടുത്തി. ഇനി ആരോട് മാപ്പ് ചോദിച്ചിട്ടും പ്രയോജനമില്ല. ഇല്ലമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ദയവായി നിങ്ങളുടെ സ്വന്തം മകനാണെന്ന് വിചാരിച്ച് എന്നോട് ക്ഷമിക്കൂ, ക്ഷമിക്കൂ അമ്മേ. ഒരിക്കലും ഞാൻ അമ്മയെ വേദനിപ്പിക്കില്ല, എവിടേക്കും വിടില്ല. ഇന്നു മുതൽ നിങ്ങൾ എന്റെ സ്വന്തം അമ്മയാണ്. നീ പറയുന്നതെല്ലാം സത്യമാണോ? അതോ? അതെ അമ്മ, ഞാൻ ഈ കാല് പിടിച്ച് സത്യം ചെയ്തു. അമ്മ എന്നെ വിശ്വസിക്കണം. അങ്ങനെ എനിക്ക് ഈ അമ്മയെ കിട്ടി. പക്ഷേ വിധി അവിടെയും എനിക്കെതിരായിരുന്നു. കാരണം ജയദേവന്റെ അമ്മ ഇപ്പോൾ തന്റെ കൂടെയാണ്, അല്ലേ? എന്ന് വെച്ചാൽ താനിപ്പോൾ എന്റെ ശത്രുവാണെന്ന് അർത്ഥം. അത് ശരിയല്ല. പിന്നെ എന്നെയും ഒരമ്മ പ്രസവിച്ചല്ലേ? അതിന് അമ്മയെ പോലുള്ള ഒരു സ്ത്രീയെ ഒരാപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. അതെന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഓഹോ, ഒരു തത്വജ്ഞാനി. എന്താ, പിടിച്ചില്ലായിരിക്കും അല്ലേ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ പിടിക്കാനാണ്? പച്ചമാംസം മാത്രമല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടാറുള്ളൂ. ആ, ഞാൻ പോണു. ഒരു പരോപകാരി എന്നെ എതിർക്കാനോ? ശരി, നിന്നെ ഞാൻ കൊല്ലില്ല. അങ്ങനെയാണ് ഒറ്റക്കാലിനായ ഞാനിവിടെ എത്തിയത്. അവനിവിടെ അടുത്തെവിടെയോ ഉണ്ടെന്നാണ് അറിവ്. അവനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ചാനകട നടത്തി ജീവിക്കുന്നത്. എനിക്ക് അവനെ കൊല്ലണം. എന്റെ മനസ്സ് ചെല്ലുന്നിടത്ത് എന്റെ ശരീരം ചെന്നിരിക്കുമെങ്കിൽ ഞാനത് പണ്ടേ ചെയ്തേനെ. ഇനി നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വരുമേ. അമ്മേ, അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം മകനെ കിട്ടിയല്ലേ? ശരി ശരി, എനിക്ക് ചന്ദ്രഹാസനെ കാണണം. എന്റെ കുടുംബത്തെ നശിപ്പിച്ച ദ്രോഹിയോട് എനിക്ക് പകരം ചോദിക്കണം. അവനിവിടെ ഏതോ മലയിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്? അതെ, എനിക്ക് അവനെ തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് നമുക്കൊരുമിച്ച് അവനെ നശിപ്പിക്കാം.